പേര് ജെസ്സി മരിയ. ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് വലവക്കോട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൻ 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അവൻ ആന്ധ്രാപ്രദേശിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്ന സമയത്ത് അവന് ആനാട്ടമി എന്നൊരു സബ്ജക്റ്റിൽ ഒരു 8 മാർക്കിനായിട്ട് തോറ്റു. അപ്പോൾ അവന് ഭയങ്കര പേടിയായി. കാരണം പറഞ്ഞാൽ ഇതുവരെ സീനിയർമാർ ആരും തന്നെ സെക്കൻഡ് ടൈം എഴുതുന്ന സമയത്ത് ആരും പാസ്സായിട്ടില്ല. എല്ലാവരും വീണ്ടും ഫസ്റ്റ് ഇയറിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഇനി ഇങ്ങനെ ഒരു ചാൻസ് വരികയാണെങ്കിൽ തോറ്റു പോവുകയാണ്, ഞാൻ എഴുതില്ല ഒരിക്കലും, ഞാൻ ജൂനിയറുടെ കൂടെ ഇരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാൻ പഠിക്കില്ല, ഞാൻ ക്യാൻസൽ ചെയ്ത് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവന് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കോളേജിൽ പോയി എഴുതുകയും വേണം. സബ്ജക്റ്റ് ഭയങ്കര ടഫായിട്ടാണ് വരിക. ഈ വരുന്ന രണ്ടാമത് വരുന്നത് സബ്ജക്റ്റ് ടഫായിട്ടാണ് വരിക. പറഞ്ഞത് ആർക്കും കിട്ടാറില്ല. അപ്പോൾ ഇവന് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. അവൻ ഇവിടെ വന്ന് അച്ഛനോട് വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സാക്ഷ്യപ്പെടുത്താൻ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ അച്ഛനും പ്രാർത്ഥിച്ചു, സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഞാൻ പരീക്ഷ ദിവസം നിത്യാരാ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വചനമിട്ട് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പുതിയ പുതിയ വചനങ്ങൾ തരുന്നു. ജെറമ്യാ 33:3 നീ എന്നെ വിളിക്കുക, നിനക്ക് മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുറപ്പാട് 14:14 എല്ലാം തരുന്നു. ഞാൻ ചൊല്ലാത്ത കുറേ വചനങ്ങൾ കർത്താവ് എന്നോട് പറയും. ഞാൻ ചൊല്ലുകയും ചെയ്തു. കാരണം എന്തെന്ന് പിന്നീട് മനസ്സിലായത്. അവൻ പരീക്ഷ എഴുതി കഴിഞ്ഞ് പുറത്ത് വന്ന് പറഞ്ഞു, അമ്മ ഭയങ്കര ടഫായിരുന്നു, ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത വചനങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത്, ഞാൻ എപ്പോഴോ ചെറുതായിട്ട് കേട്ടിട്ടുള്ളത് പോലുമൊക്കെയാണ് വന്നിരിക്കുന്നത്, പക്ഷെ അതെല്ലാം എഴുതാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്ന് അവൻ പറഞ്ഞു. ഒത്തിരിയധികം സന്തോഷമായി. അറിയാത്തത് കേട്ടിട്ടില്ലാത്തത് പോലും ജെറമ്യാ 33:3 വചനപ്രകാരം അവൻ അതുപോലെ എഴുതാൻ സാധിച്ചു. പരീക്ഷ വിജയത്തിനേക്കാൾ കൂടുതലധികം മാർക്ക് നൽകി എൻ്റെ മകനെ അനുഗ്രഹിച്ചു. മാത്രമല്ല ഈ 12 പിള്ളേരെ എഴുതിയതിൽ 3 കുട്ടികൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത്, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. വിജയം നൽകിയ ദൈവത്തിന് 1000 കോടി നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന.